ശ്രീകുമാർ, നേരത്തെ റെജി ലൂക്കോസും ബിജി എബ്രഹാം പറഞ്ഞ അങ്ങ് കേട്ട് കാണും. ഇവിടെ ഇപ്പോൾ 10 വർഷത്ത് പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി എത്തുമ്പോൾ എന്താണ്, ജനങ്ങൾക്ക് 100% അല്ലെങ്കിൽ ഒരു 100 പറയുന്നില്ല, അവർക്ക് അവരുടെ ഉള്ളിലേക്ക് കയറത്തക്ക രീതിയിലേക്ക് ഇന്ന 10 വർഷമായല്ലോ, അടുത്ത ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാം എന്ന രീതിയിലേക്ക് പരുവപ്പെട്ട ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ 2021 അല്ല, 2026 നമ്മൾ വിചാരിക്കണം. കാരണം അവിടെ BJP എന്തൊക്കെ പറഞ്ഞാലും നമ്മളിനി BJP ചെറുതായി കാണാൻ കഴിയില്ല. BJP തദ്ദേശ തിരഞ്ഞെടുപ്പായാലും അതിനുശേഷമുള്ള ഒരു കോർപ്പറേഷൻ അടക്കം സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, കൈപ്പിടിയിലാക്കിയ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല കേന്ദ്രം ഭരിക്കുകയാണ് ഇത്രയും വർഷമായിട്ട്. അപ്പോൾ അവരുടെ പ്രോജക്റ്റുകൾ അവർക്ക് അവകാശവാദം ഉന്നയിക്കാം. മാത്രമല്ല പല മണ്ഡലങ്ങളിലും ടൈറ്റ് ഫൈറ്റാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, അത് UDF ഈ പറഞ്ഞ 100+ എന്നതിലൊക്കെ ഒരു വ്യാമോഹം മാത്രമായി ഒതുങ്ങില്ലേ? ആ നിലയ്ക്ക് കൂടി നമ്മൾ ചിന്തിച്ചുള്ള ഒരു മറുപടിയിലേക്ക് നോക്കൂ പ്രതീക്ഷ, താങ്കളുടെ ആ ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. 10 വർഷം ഒരു പാർട്ടി, ഒരു മുന്നണി പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഈ 10 വർഷം അവർ കണ്ടത് ഒരേ ഒരു ഗവൺമെന്റിനെയാണ്, ഒരേ ഒരു മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് വിമർശിക്കാനും അതുപോലെ അവരുടെ തെറ്റുകൾ കണ്ടെത്താനും എളുപ്പമാണ്. അങ്ങനെ കണ്ടെത്തിയ തെറ്റുകൾ വെച്ചുകൊണ്ടാണ് 5 ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഡിസംബറിൽ നടന്ന 3 മാസം മുമ്പ് നടന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും UDF തൂത്തുവാരിയത് അതുകൊണ്ടാണ്. അന്നും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. അന്നും 1000 രൂപ പെൻഷൻ കൂട്ടിക്കൊടുത്തു നവംബറിൽ. 2000 രൂപ ക്ഷേമപെൻഷൻ എന്നുള്ളത് 1500 രൂപ ക്ഷേമപെൻഷൻ എന്നുള്ളത് 2000 ആക്കി. 2500 പ്രഖ്യാപിച്ചത് അതിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉൾപ്പെടെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ക്ലിയർ ആണ്. നിങ്ങൾ 10 വർഷം ഭരിച്ചില്ലേ, നിങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി, അത് ഈ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ CPM തെറ്റിദ്ധരിപ്പിക്കപ്പെടുക. ഇപ്പൊ ശ്രീ ബിജു പറഞ്ഞതുപോലെ, ബിജി എബ്രഹാം പറഞ്ഞതുപോലെ, അതായത് പ്രകാശം പരത്തുന്ന അല്ല ഫ്ലാഗ്ഷിപ്പ് പദ്ധതി. അതായത് ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ആ ഗവൺമെന്റിന്റെ കാലത്തൊരു മുദ്രയായി കിടക്കണം. കരുണാകരന്റെ, അച്യുതമേനോന്റെ കാലത്തോട്ട് തുടങ്ങാം. അന്നത്തെ IT യുഗം, അന്നത്തെ ലക്ഷം വീട് പദ്ധതി, അന്നത്തെ കാർഷിക സർവകലാശാല കോൺഗ്രസ് CPI ഭരണത്തിൽ, കരുണാകരന്റെ കാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളം, അതുപോലെ ഉമ്മൻചാണ്ടിയുടെ AK ആന്റണിയുടെ ഭരണകാലത്തുണ്ടായിരുന്ന ബ്രഹ്മോസ്, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തുണ്ടായിരുന്ന വിഴിഞ്ഞം, ഇതുപോലെ പിണറായി ഇവരെന്താ കണ്ണൂർ വിമാനത്താവളം പറഞ്ഞല്ലേ? അല്ല, കണ്ണൂർ വിമാനത്താവളം ഉണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്, കൊച്ചി മെട്രോ, ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ വേറെ ഉണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ അച്യുതമേനോന്റെ കാലത്ത് 60 പദ്ധതികൾ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചത് CPM-നെ ഓർമ്മിപ്പിച്ച, കോൺഗ്രസിനെ അല്ല. അച്യുതമേനോനാണ് കേരളം ഭരിച്ച ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നും അദ്ദേഹത്തിന്റെ കാലത്ത് 60 വലിയ പദ്ധതികൾ ഉണ്ടായെന്നും ബിനോയ് വിശ്വം ലേഖനം എഴുതിയിട്ട് CPM-നെ കഴിഞ്ഞ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഒന്നുമില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ LDF സർക്കാരിന് അവകാശപ്പെടാൻ ഒന്നുമില്ലെന്നാണോ പറയുന്നത്? ഒന്നുമില്ലെന്ന് ഞാൻ പറയണ്ടല്ലോ, അവര് പറയുന്നില്ലല്ലോ. ഞാൻ എന്തിനാ പറയണേ? ഞാൻ അവരുടെ വിമർശകനാണ്. അവര് പറയുന്നില്ല. അവരെന്താ പറയുന്നേ? അതായത് അതിനൊക്കെയാ പറഞ്ഞു വരുന്നേ. അവരാദ്യം പറഞ്ഞു കേരളയിൽ. അതിപ്പോ അതിന്റെ അവസ്ഥ അറിയാമല്ലോ, മഞ്ഞക്കുറ്റി തോട്ടി കിടക്കുക. പിന്നെ K4 അതറിയാമല്ലോ, K4 സ്കൂളുകൾക്ക് പോലും വേണ്ട, കാരണം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് PSNL മതി എന്തായാലും എന്നോ അതിലേക്ക് പോയി. പിന്നെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ എന്താന്ന് വെച്ചാല് അതിദാരിദ്ര്യമാണ്. അതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ശ്രീ ബിജി പറഞ്ഞ എന്താണ്, ഈ മറ്റേ ലൈഫ് മിഷൻ പദ്ധതി 5 ലക്ഷം വീട് കൊടുത്തു. അതവര് പറഞ്ഞു ശരി, 5 ലക്ഷം വീട് പണിതത് 10 വർഷം കൊണ്ട്. ഉമ്മൻചാണ്ടി 5 വർഷം കൊണ്ട് 4,443,099 വീട്. കൃത്യം കണക്ക് അത് ഒന്നുകൂടെ എനിക്ക് നോക്കണം. എന്തായാലും 4 ലക്ഷത്തിലധികം വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതു. പല ഹെഡുകളിലായിട്ടാണത്, ഓരോ ഹെഡിലാണ് അതിനെ പണിതത്. അതിൽ കുറച്ച് വീട് പണി നടക്കുന്നുണ്ടായിരുന്നു, 2.5 ലക്ഷം വീട് പണി നടക്കാനുണ്ടായിരുന്നു. അതും കൂടെ കൂട്ടി ലൈഫ് മിഷനില് 10 വർഷം കൊണ്ട് 5 ലക്ഷം പണിതാണോ 5 വർഷം കൊണ്ട് 4 ലക്ഷം പണിതാണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പൊ ലൈഫ് മിഷൻ പദ്ധതി അവിടെ കിടക്കുകയാണ്. പിന്നെ അവർക്ക് ഫ്ലാഗ്ഷിപ്പ് പദ്ധതി ഇല്ല. പിന്നെ അവർ പറയുന്നത് വിശാലമായ റോഡുകൾ അല്ല. ഞാൻ ശ്രീകുമാർ, നമ്മൾ പോകുമ്പോഴായാലും റോഡുകളുടെ കാര്യത്തിൽ ഒരു പരിധിവരെ റോഡുകളെ സംബന്ധിച്ച് നമുക്കറിയാം, മേന്മയുള്ള റോഡുകൾ, നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമായ റോഡുകൾ. നേരത്തെ പറഞ്ഞുവല്ലോ, അവിടെ ഒരു പ്രശംസ നേടിയതാണ് പിണറായി വിജയൻ സർക്കാരിനെ പ്രശംസിക്കുകയാണ് ആരാണ്? നിതിൻ ഗഡ്കരി. അവിടെ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്,
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ഭൂമി വിട്ടുകൊടുക്കുക വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഭൂമി എങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് അർഹമായിട്ടുള്ള പണം കിട്ടുമോ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള തിരിച്ചടവ് ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുടെ സമയത്ത് നൂലാമാലയിൽ കിടക്കുമ്പോൾ ഒരു സർക്കാർ അവിടെ ഒരു ഉണർന്ന് പ്രവർത്തിച്ചില്ലേ? അതിന്റെ ഒരു ബഹുമതി ഈ സർക്കാരിന് അവകാശപ്പെട്ടതല്ലേ? ദേശീയപാതയും അതിൽ ദേശീയപാതയുടെ നിർമ്മാണവും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അക്കാലത്ത് പഴയ കാലത്ത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് CPM തന്നെ തർക്കമുണ്ടായി. VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യവും പിന്നെ ഉമ്മൻചാണ്ടി തിരിച്ചതൊന്നും അവിടെ വിഷയമാക്കുന്നില്ല. അതിനുശേഷം റോഡുകളുടെ കാര്യത്തിൽ കേന്ദ്ര സഹായത്തോടെ റോഡുകൾ പണിതെന്നുള്ള ശരിയാണ്. അതിന്റെ അവകാശവാദത്തെ ചൊല്ലി തർക്കം ഉണ്ടായല്ലോ. നാഷണൽ ഹൈവേ പൊളിഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അത് കേന്ദ്ര ഗവൺമെന്റ് റോഡാന്നാ പറഞ്ഞത് നമ്മുടെ മന്ത്രി റിയാസ്. നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം വരുമ്പോ എന്താ പറഞ്ഞത്? അത് ഞങ്ങളുടെ റോഡാണ്. ഇത് എന്നെക്കാട്ടിലും അല്ല, ഇത് കോൺഗ്രസിനെക്കാട്ടിലും ഭംഗിയായി പറഞ്ഞത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മുൻ മരാമത്ത് മന്ത്രി ശ്രീ G. സുധാകരനാണ്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. റെജി ലൂക്കോസിന് കൃത്യമായിട്ട് ഞങ്ങൾ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്ത. അപ്പൊ അതുകൊണ്ട് ആ കാര്യം അത് വളരെ വ്യക്തമാണ്. ഇവര് ഈ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ റോഡും അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടം പള്ളിയിലും അല്ലല്ലോ ഇപ്പൊ പ്രതീക്ഷയെ. കാരണം റോഡെന്ന് വെച്ചാൽ 2016 ശേഷം അല്ലല്ലോ കേരളത്തിൽ റോഡ് ഉണ്ടായത്. അതുവരെ കുട്ടനാട്ടിലെ പോലെ ആളുകൾ ബോട്ടിൽ പോയിരിക്കായിരുന്നില്ലല്ലോ. എല്ലാവരും റോഡിൽ കൂടെ പോയത്. റോഡ് വികസിക്കും. കാരണം കാലം കഴിയുമ്പോൾ റോഡ് വികസിക്കേണ്ടി വരുമല്ലോ, സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. കാരണം ജനങ്ങൾ കൂടി, അതുപോലെ തന്നെ വാഹനങ്ങളുടെ എണ്ണം കൂടി. 2011 ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴുള്ള വാഹനങ്ങളുടെ എണ്ണമാണോ 2026 അവസാനം 26 തുടക്കത്തിലുള്ളത്? ആ ഒരു വ്യത്യാസം കാണണം. പക്ഷെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി അതല്ല. എന്ന് ഓർമ്മിക്കും വിഴിഞ്ഞം, എന്ന് ഓർമ്മിക്കും മെട്രോ, എന്ന് ഓർമ്മിക്കും സ്മാർട്ട് സിറ്റി, എന്ന് ഓർമ്മിക്കും ബ്രഹ്മോസ്, എന്ന് ഓർമ്മിക്കും കാർഷിക സർവകലാശാല, എന്ന് ഓർമ്മിക്കും നെടുമ്പാശ്ശേരി, എന്ന് ഓർമ്മിക്കും കണ്ണൂർ വിമാനത്താവളം. എവിടെ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ പേര് ഓർമ്മിക്കാൻ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ ഇവർ